ഇന്ന് നല്ല വിശപ്പുണ്ട്. അതുപോലുള്ള ജോലി എന്തെങ്കിലും ചെയ്തു കാണും, അതുകൊണ്ടാ വിശപ്പ് കൂടിയത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ ഒന്നുമില്ല. ആ കൈയൊന്ന് കാണിച്ചേ. കാണിക്ക്, കൈയൊന്ന് കാണിക്ക്. സാഗരേട്ട വെറുതെ ബലം പിടിക്കാത്ത കൈയൊന്ന് കാണിച്ചേ. മഞ്ജു കാണിക്കങ്ങോട്ട്. വെക്കണ്ട, ചെയ്യാത്ത ജോലി ചെയ്തല്ലേ. ആദ്യമായിട്ട് ഓരോരോ പണി ചെയ്യുമ്പോ അതിൻ്റെതായ റിസ്ക് ഉണ്ടാവും. 2 ദിവസം കഴിയുമ്പോ എല്ലാം ശരിയാവും. കൂലി പണിക്ക് പോയല്ലേ? അങ്ങനെയൊന്നുമില്ല. പരിചയമുള്ളൊരു മേസ്ത്രി ഉണ്ടായിരുന്നു. അയാളുടെ സൈറ്റില് ഒരു പണിക്കാരന്റെ കുറവ് വന്നപ്പോ 1-2 ആഴ്ച കൂടെ നിൽക്കാൻ പറഞ്ഞു. മെക്കാട് പണിയാ, എന്നാലും കുഴപ്പമില്ല, കാര്യങ്ങൾ നടന്നു പോവല്ലോ. സാഗരേട്ടാ, തരക്കേടില്ലാത്തൊരു ജോലി കിട്ടുന്നത് വരെ സാഗരേട്ടൻ പരിചയമില്ലാത്ത ഒരു പണിക്കും പോണ്ട. അതെ, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ട്. അവളിപ്പോ ഒരു ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുവാ, സെയിൽസ് ഗേൾ ആയിട്ട്. നാളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫോട്ടോയെ മാനേജറെ കാണിച്ചപ്പോ വന്നോട്ടേന്ന് അയാള് പറഞ്ഞു എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മാസം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. മഞ്ജു, ജോലിക്ക് പോകുന്നതിന് ഞാൻ എതിരല്ല. മാന്യമായിട്ടുള്ള ഏത് ജോലിയും ചെയ്യാം. എന്നാ ഭാര്യ ജോലിക്ക് പോകുമ്പോൾ വീടിനകത്ത് കഥകടച്ചിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ജോലി അന്വേഷിച്ച് അലയാനും സമയമില്ല. പിന്നെ കിട്ടിയ ജോലി അങ്ങനെ തന്നെ തുടരട്ടെ മഞ്ജു. ഇതിലും നല്ലത് കിട്ടുമ്പോൾ നമുക്ക് മാറാലോ. നല്ല ഡ്രൈവർമാർക്കൊക്കെ ഇപ്പം ഭയങ്കര ഡിമാൻഡാ. ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് വണ്ടി ഓടിക്കാനും വിളിക്കും. ഞായറാഴ്ച ഒരു ദിവസം നമുക്ക് വേണ്ടി മാറ്റിവെക്കാം. ബാക്കി എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെന്നാ എന്റെ തീരുമാനം. എന്നാലും കുടുംബം പോറ്റാൻ വേണ്ടി ഇത്രയൊന്നും വേണ്ടായിരുന്നു സാഗരേട്ടാ. മെക്കാട് പണിയെടുത്തും ചുമടെടുത്തും അന്തസ്സായിട്ട് കുടുംബം നോക്കുന്നവരില്ലേ? ആണുങ്ങൾ മാത്രമല്ലല്ലോ, പെണ്ണുങ്ങളും ആ പണിക്കൊക്കെ പോകുന്നില്ലേ? പിന്നെന്താ കുഴപ്പം? തഴമ്പ് പൊട്ടിയതുകൊണ്ട് എരിവ് കൈ തട്ടുമ്പോ വേദനയുണ്ടാവും, അത് നല്ലതാ. പെട്ടെന്ന് തൊലി പോയത് അതങ്ങ് സെറ്റായിക്കോളൂ. നീ കഴിക്കും മഞ്ജു, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാ. ഇങ്ങനെ താഴേന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റൂ. മഞ്ജു രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിനകത്തിരിക്കണമെന്ന് ഞാൻ പറയില്ല. ആ സമയം നീയും എൻഗേജ്ഡ് ആയിക്കോ, നമുക്ക് ഒന്നിച്ചു പൊരുതാം. അങ്ങനെയെങ്കിൽ ദൈവങ്ങൾ നമുക്കൊപ്പം ഉണ്ടാവും. എന്താ ഇത്? ഭർത്താവ് ജോലിക്ക് പോകുന്നത് സങ്കടമായി കരുതുന്ന ഭാര്യമാര് ഇക്കാലത്ത് കുറവാട്ടോ. കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ ഭർത്താവിനെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരാ ഇന്നത്തെ കാലത്തെ മിക്ക പെൺകുട്ടികളും. ശരി, ആയിക്കോട്ടെ, ഇനി ഞാനൊന്നും പറയുന്നില്ല.